നമ്മളിൽ പലരും ഒരു ചോദ്യം മനസ്സിൽ ചോദിക്കാറില്ലേ? എന്തുകൊണ്ടാണ് ചിലർക്ക് മാത്രം എവിടെ ചെന്നാലും ഒരു പ്രത്യേക സ്വാധീനം? അവർ സംസാരിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നു, അവരുടെ അഭിപ്രായങ്ങൾക്ക് ഒരു വിലയുണ്ട്. നിങ്ങളൊരു സാധാരണക്കാരനാണെന്ന് തോന്നുന്നുണ്ടോ? ആരുടെയും ശ്രദ്ധ കിട്ടുന്നില്ല, നിങ്ങളുടെ വാക്കുകൾക്ക് വിലയില്ല എന്നൊരു തോന്നൽ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ജീവിതത്തിൽ ഒരു സോഷ്യൽ പവർ നേടാൻ കഴിയുക എന്നതിനെക്കുറിച്ചാണ്. ഒരു രാഷ്ട്രീയക്കാരനെ പോലെ എന്ന് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് എങ്ങനെയാണ് ജനങ്ങളുമായി കണക്ട് ചെയ്യാനും അവരുടെ വിശ്വാസം നേടാനും അവരെ സ്വാധീനിക്കാനും കഴിയുന്നത് എന്നതിനാലാണ്. ഇതാരെയും മാനിപ്പുലേറ്റ് ചെയ്യാനോ ചൂഷണം ചെയ്യാനോ ഉള്ള ഒരു വഴിയല്ല, മറിച്ച് നിങ്ങളുടെ വ്യക്തിത്വത്തെ മെച്ചപ്പെടുത്തി മറ്റുള്ളവരുമായി ആരോഗ്യകരമായ ബന്ധങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് എങ്ങനെ നിങ്ങൾക്ക് ജെനുവിൻ ഇൻഫ്ലുവൻസ് നേടാമെന്നതിനെക്കുറിച്ചാണ്. നമ്മൾ ഓരോരുത്തർക്കും ചുറ്റുമുള്ള ലോകത്ത് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയും. അതിന് വലിയ സ്ഥാനമാനങ്ങൾ വേണമെന്നില്ല. നിങ്ങളുടെ വാക്കുകൾക്ക് ശക്തി ലഭിക്കുന്നതും ആളുകൾ നിങ്ങളെ വിശ്വസിക്കുന്നതും നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കുന്നതും എങ്ങനെയാണെന്ന് ഈ വീഡിയോയിൽ നമ്മൾ വിശദമായി നോക്കും. ഇതൊരു യാത്രയാണ്, നിങ്ങളുടെ സെൽഫ് അവയർനെസ് വർദ്ധിപ്പിച്ച് മറ്റുള്ളവരുമായി കൂടുതൽ ആഴത്തിലുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കാനുള്ള ഒരു യാത്ര. 1. ദ പവർ ഓഫ് ഒബ്സർവേഷൻ. ശ്രദ്ധയുടെ ശക്തി. നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു നല്ല രാഷ്ട്രീയക്കാരൻ എപ്പോഴും തന്റെ ചുറ്റുപാടിനെ കീൻലി ഒബ്സർവ് ചെയ്യുന്ന ഒരാളായിരിക്കും. ആളുകൾ എന്ത് സംസാരിക്കുന്നു, അവരുടെ ആവശ്യങ്ങൾ എന്താണ്, അവർ എന്തിനാണ് വിഷമിക്കുന്നത്, ഇതൊക്കെ അദ്ദേഹം ശ്രദ്ധിക്കും. അതുപോലെ നിങ്ങളുടെ ചുറ്റുമുള്ളവരെ ശ്രദ്ധിക്കുക എന്നതാണ് സോഷ്യൽ പവർ നേടാനുള്ള ആദ്യപടി. നിങ്ങളൊരു ഗ്രൂപ്പിലായിരിക്കുമ്പോൾ ആളുകൾ എന്ത് സംസാരിക്കുന്നു എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർക്കെന്താണ് താല്പര്യം, അവരുടെ ശരീരഭാഷ അതായത് ബോഡി ലാംഗ്വേജ് എന്താണ് പറയുന്നത്? പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ കേൾക്കുന്നത് നമുക്ക് മറുപടി പറയാൻ വേണ്ടിയാണ്, മനസ്സിലാക്കാൻ വേണ്ടിയല്ല. ഇത് മാറ്റിപ്പിടിക്കണം. ഒരാൾ സംസാരിക്കുമ്പോൾ അയാളുടെ വാക്കുകൾ മാത്രമല്ല, അതിന്റെ പിന്നിലുള്ള വികാരങ്ങളും ഇന്റൻഷൻസും മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒന്ന് സങ്കല്പിക്കുക, നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചു കേൾക്കുന്നു. അവർക്ക് പറയാനുള്ളത് മുഴുവൻ കേട്ടുകഴിഞ്ഞ ശേഷം മാത്രം നിങ്ങൾ പ്രതികരിക്കുന്നു. എന്തായിരിക്കും അതിന്റെ ഫലം? അവർക്ക് നിങ്ങളോട് ഒരു ആത്മബന്ധം തോന്നും. നിങ്ങൾ അവരെ വാല്യൂ ചെയ്യുന്നു എന്നവർക്ക് മനസ്സിലാകും. ഇത് വെറുമൊരു ടെക്നിക്കല്ല, ഒരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റാണ്. ആളുകളെ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ അവർക്ക് നിങ്ങളുടെ സമയം നൽകുകയാണ്. അതാണ് ഏറ്റവും വലിയ സമ്മാനം. ഒരു ചെറിയ ഉദാഹരണം, നിങ്ങളൊരു പാർട്ടിയിൽ പോയി അവിടെ പരിചയമില്ലാത്ത ഒരാളോട് സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾ അയാളുടെ ജോലി, താൽപ്പര്യങ്ങൾ, ഇഷ്ടവിഷയങ്ങളെക്കുറിച്ച് ചോദിച്ചു മനസ്സിലാക്കുന്നു, അല്ലാതെ നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം പറയുന്നില്ല. അടുത്ത തവണ നിങ്ങൾ കാണുമ്പോൾ അയാൾക്ക് നിങ്ങളെ ഓർമ്മയുണ്ടാകും, നിങ്ങളുമായി വീണ്ടും സംസാരിക്കാൻ താൽപ്പര്യമുണ്ടാകും. കാരണം നിങ്ങൾ അയാളെ കേട്ടു, അയാളെ മനസ്സിലാക്കാൻ ശ്രമിച്ചു. ആക്റ്റീവ് ലിസണിംഗ് ഒരു സൂപ്പർ പവറാണ്. അത് നിങ്ങൾക്ക് വളരെയധികം സ്വാധീനം നൽകും. 2. എംപതി ആൻഡ് കണക്ഷൻ. മനസ്സിലാക്കലും ആത്മബന്ധവും. ശ്രദ്ധിച്ചതുകൊണ്ട് മാത്രം കാര്യമായില്ല. അടുത്തപടി ആ ശ്രദ്ധയെ എംപതിയാക്കി മാറ്റുക എന്നതാണ്. അതായത് മറ്റൊരാളുടെ ഷൂസിനുള്ളിൽ നിന്ന് ലോകത്തെ കാണാൻ ശ്രമിക്കുക, അവരുടെ കാഴ്ചപ്പാടിൽ നിന്ന് കാര്യങ്ങളെ മനസ്സിലാക്കുക. രാഷ്ട്രീയക്കാർ ജനങ്ങളെ മനസ്സിലാക്കുന്നതുകൊണ്ടാണ് അവർക്ക് ജനങ്ങളുമായി ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ കഴിയുന്നത്. ഇതാരെയും മാനിപ്പുലേറ്റ് ചെയ്യാനോ ചൂഷണം ചെയ്യാനോ ഉള്ള ഒരു വഴിയല്ല, മറിച്ച് നിങ്ങളുടെ വ്യക്തിത്വത്തെ മെച്ചപ്പെടുത്തി മറ്റുള്ളവരുമായി ആരോഗ്യകരമായ ബന്ധങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് എങ്ങനെ നിങ്ങൾക്ക് ജെനുവിൻ ഇൻഫ്ലുവൻസ് നേടാം എന്നതിനെക്കുറിച്ചാണ്. 3. ദി ആർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ആശയവിനിമയത്തിന്റെ കല. ശ്രദ്ധയും സഹാനുഭൂതിയും ഉണ്ടായതുകൊണ്ട് മാത്രം പോരാ, നിങ്ങൾക്കത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും കഴിയണം. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാനമാണ്. ഒരു രാഷ്ട്രീയക്കാരൻ എങ്ങനെയാണ് തന്റെ ആശയങ്ങൾ വ്യക്തമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതുപോലെ നിങ്ങളുടെ ആശയങ്ങൾ, നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ വ്യക്തമായും ആത്മവിശ്വാസത്തോടെയും അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയണം. ഇവിടെ ക്ലാരിറ്റി വളരെ പ്രധാനമാണ്. നിങ്ങൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാക്കുക. വളച്ചുകെട്ടില്ലാതെ ലളിതമായ ഭാഷയിൽ സംസാരിക്കുക. ഉദാഹരണങ്ങൾ ഉപയോഗിക്കുക. നിങ്ങളുടെ വാദങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഫാക്ട്സും ഫിഗേഴ്സും ഉണ്ടെങ്കിൽ അതുപയോഗിക്കുക. നിങ്ങളുടെ ശബ്ദം, നിങ്ങളുടെ ഉച്ചാരണം, നിങ്ങളുടെ പേസ് ഓഫ് സ്പീക്കിംഗ് ഇതെല്ലാം നിങ്ങളുടെ ആശയവിനിമയത്തിൽ സ്വാധീനം ചെലുത്തും. ശബ്ദം താഴ്ത്തി വേഗത കുറച്ച് ആത്മവിശ്വാസത്തോടെ സംസാരിക്കുക. ആരെയും പേടിപ്പിക്കാനോ ആധിപത്യം സ്ഥാപിക്കാനോ വേണ്ടിയല്ല ഇത്. നിങ്ങളുടെ വാക്കുകൾക്ക് ഒരു വെയിറ്റ് നൽകാൻ വേണ്ടിയാണ്. കൂടാതെ സ്റ്റോറി ടെല്ലിംഗ് ഒരു വലിയ ശക്തിയാണ്. ഒരു സാധാരണ കാര്യം ഒരു കഥയായി പറയുമ്പോൾ അതിന് കൂടുതൽ സ്വാധീനം ലഭിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ, മറ്റുള്ളവരുടെ അനുഭവങ്ങൾ, ഇതൊക്കെ ഒരു കഥയുടെ രൂപത്തിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുക. ആളുകൾക്ക് കഥകളുമായി വേഗത്തിൽ ബന്ധപ്പെടാൻ കഴിയും. ഇത് നിങ്ങളുടെ സംഭാഷണങ്ങളെ കൂടുതൽ ഓർമ്മിക്കപ്പെടുന്നതാക്കും. ഏറ്റവും പ്രധാനമായി, നിങ്ങൾ എന്താണോ പറയുന്നത് അത് നിങ്ങൾ വിശ്വസിക്കണം. ഒത്തന്റിസിറ്റി നിങ്ങളുടെ ആശയവിനിമയത്തിന് ശക്തി നൽകും. നിങ്ങൾ ആത്മാർത്ഥമായി സംസാരിക്കുമ്പോൾ ആത്മാർത്ഥത ഇല്ലാത്ത ഒരാളെക്കാൾ കൂടുതൽ ആളുകൾ നിങ്ങൾ വിശ്വസിക്കും. 4. ബിൽഡിംഗ് യുവർ നെറ്റ്വർക്ക്. ബന്ധങ്ങൾ വളർത്താം. ഒരു രാഷ്ട്രീയക്കാരൻ ഒറ്റയ്ക്ക് നിൽക്കുന്ന ആളല്ല, അദ്ദേഹത്തിന് വലിയൊരു നെറ്റ്വർക്ക് ഉണ്ടാകും. അതുപോലെ നിങ്ങളുടെ സോഷ്യൽ പവർ വർദ്ധിപ്പിക്കാൻ നിങ്ങൾക്കും ഒരു നല്ല നെറ്റ്വർക്ക് ആവശ്യമാണ്. ഇത് വെറും പരിചയക്കാരെ ഉണ്ടാക്കുന്നതിനെക്കുറിച്ചല്ല,
മറിച്ച് മീനിംഗ്ഫുൾ റിലേഷൻഷിപ്സ് ഉണ്ടാക്കുന്നതിനെക്കുറിച്ചാണ്. നിങ്ങളുടെ മേഖലയിലുള്ളവരുമായി ബന്ധപ്പെടുക, വ്യത്യസ്ത ചിന്താഗതിക്കാരുമായി സംസാരിക്കുക, പുതിയ ആളുകളെ പരിചയപ്പെടാൻ മടിക്കരുത്. സോഷ്യൽ മീഡിയ, നെറ്റ്വർക്കിംഗ് ഇവന്റ്സ്, സെമിനാറുകൾ, വർക്ക്ഷോപ്പുകൾ ഇതൊക്കെ പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ സഹായിക്കും. ഒരു ബന്ധം സ്ഥാപിക്കുമ്പോൾ എനിക്ക് എന്താണ് തിരിച്ചു കിട്ടുക എന്ന് ചിന്തിക്കുന്നതിന് പകരം എനിക്ക് എങ്ങനെ മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയും എന്ന് ചിന്തിക്കുക. ഗിവിംഗ് ഫസ്റ്റ് എന്നൊരു പ്രിൻസിപ്പിളുണ്ട്. നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ സ്വാഭാവികമായും അവർ നിങ്ങളെ സഹായിക്കാൻ സന്നദ്ധരാകും. ഇത് മ്യൂച്വൽ ബെനിഫിറ്റിന്റെ ഒരു സൈക്കിളാണ്. നിങ്ങളുടെ നെറ്റ്വർക്കിലുള്ള ആളുകളുമായി ബന്ധം നിലനിർത്തുക. ഒരു മെസ്സേജ് അയയ്ക്കുക, ഒരു കോൾ ചെയ്യുക, എന്തെങ്കിലും പ്രോഗ്രാമുകൾക്ക് ക്ഷണിക്കുക. ഈ ചെറിയ കാര്യങ്ങൾ പോലും ദീർഘകാല ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാൻ സഹായിക്കും. ഒരു രാഷ്ട്രീയക്കാരൻ തന്റെ വോട്ടർമാരെ ഇടയ്ക്കിടയ്ക്ക് കാണുകയും അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിയുകയും ചെയ്യുന്നത് പോലെയാണിത്. നിങ്ങളുടെ നെറ്റ്വർക്ക് വലുതാകും തോറും നിങ്ങളുടെ സ്വാധീന വലയവും വലുതാകും. നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ നിങ്ങളെ സഹായിക്കാൻ കൂടുതൽ ആളുകളുണ്ടാകും. നിങ്ങൾക്കൊരു പുതിയ അവസരം വരുമ്പോൾ അത് നിങ്ങളെ അറിയിക്കാൻ ആളുകളുണ്ടാകും. 5. കൺസിസ്റ്റൻസി ആൻഡ് ഇന്റഗ്രിറ്റി. സ്ഥിരതയും സത്യസന്ധതയും. സോഷ്യൽ പവർ ഒറ്റ രാത്രി കൊണ്ടുണ്ടാകുന്നതല്ല. അതിന് കൺസിസ്റ്റൻസി വേണം. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലും നിങ്ങൾ പറയുന്ന വാക്കുകളിലും സ്ഥിരത പുലർത്തണം. ഇന്നൊരു കാര്യം പറയുകയും നാളെ മറ്റൊന്ന് പറയുകയും ചെയ്യുന്ന ഒരാളെ ആരും വിശ്വസിക്കില്ല. ഒരു രാഷ്ട്രീയക്കാരൻ തന്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമ്പോൾ മാത്രമാണ് ജനങ്ങൾക്ക് അദ്ദേഹത്തിൽ വിശ്വാസം തോന്നുന്നത്. കൂടാതെ ഇന്റഗ്രിറ്റി വളരെ പ്രധാനമാണ്. നിങ്ങൾ ശരിയാണെന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുക. നിങ്ങളുടെ മൂല്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുക. ആളുകൾ നിങ്ങളെ വിശ്വസിക്കണമെങ്കിൽ നിങ്ങൾ വിശ്വസിക്കാവുന്ന ഒരാളായിരിക്കണം. നിങ്ങൾ സത്യസന്ധനാണെന്ന് അവർക്ക് തോന്നണം. നിങ്ങൾ നൽകുന്ന വാഗ്ദാനങ്ങൾ പാലിക്കുക. ചെറിയ കാര്യങ്ങളിൽ പോലും സത്യസന്ധത പുലർത്തുക. ഇത് നിങ്ങളുടെ റെപ്യൂട്ടേഷൻ കെട്ടിപ്പടുക്കും. ഒരു നല്ല റെപ്യൂട്ടേഷനാണ് സോഷ്യൽ പവറിന്റെ ഏറ്റവും വലിയ അടിത്തറ. ആളുകൾക്ക് നിങ്ങളെക്കുറിച്ചൊരു നല്ല അഭിപ്രായം ഉണ്ടാകുമ്പോൾ അവർ നിങ്ങളുമായി ഇടപഴകാൻ കൂടുതൽ താല്പര്യപ്പെടും. നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യങ്ങളും നമ്മുടെ പേഴ്സണൽ ബ്രാൻഡിന്റെ ഭാഗമാണ്. നിങ്ങളൊരു മീറ്റിംഗിന് കൃത്യസമയത്തെത്തുന്നത്, ഒരു വാക്ക് പറഞ്ഞാൽ അത് പാലിക്കുന്നത്, മറ്റൊരാളുടെ രഹസ്യം സൂക്ഷിക്കുന്നത്, ഇതൊക്കെ നിങ്ങളുടെ ഇന്റഗ്രിറ്റിയുടെ ഭാഗമാണ്. ഈ ചെറിയ കാര്യങ്ങളാണ് കാലക്രമേണ വലിയ വിശ്വാസമായി മാറുന്നത്. ഓർമ്മിക്കുക, നിങ്ങളുടെ സ്വാധീനം നിങ്ങൾ ആർജിക്കുന്നതാണ്, അടിച്ചേൽപ്പിക്കുന്നതല്ല. ഈ സ്ഥിരതയും സത്യസന്ധതയും നിങ്ങളെ മറ്റുള്ളവരുടെ മനസ്സിൽ ഒരു റിലയബിൾ സോഴ്സ് ആക്കി മാറ്റും. നിങ്ങളുടെ സ്വാധീനം വളരുംതോറും നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് കൂടുതൽ സമ്മാനങ്ങൾ നൽകപ്പെടും. 6. സെൽഫ് കോൺഫിഡൻസ് ആൻഡ് പോയ്സ്. ആത്മവിശ്വാസവും സംയമനവും. ഒരു രാഷ്ട്രീയക്കാരനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവർക്കൊരുതരം സെൽഫ് കോൺഫിഡൻസ് ഉണ്ട്. അത് അവരുടെ ശരീരഭാഷയിലും സംസാരത്തിലും പ്രകടമാണ്. നിങ്ങൾക്കും ആ ആത്മവിശ്വാസം വളർത്തിയെടുക്കാൻ കഴിയും. ഇത് അഹങ്കാരമല്ല, നിങ്ങളുടെ കഴിവിലുള്ള വിശ്വാസമാണ്. നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് എന്തിലാണ് കഴിവുള്ളത് അത് തിരിച്ചറിഞ്ഞ് അതിൽ കൂടുതൽ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കുറവുകളെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യമുണ്ടായിരിക്കണം. എന്നാൽ അതിൽ മാത്രം ശ്രദ്ധിച്ച് നിങ്ങളുടെ ആത്മവിശ്വാസം കളയരുത്. പബ്ലിക് സ്പീക്കിംഗ് ഭയമുള്ള ഒരാളാണോ നിങ്ങൾ? പേടിക്കരുത്. പതിയെ ചെറിയ ഗ്രൂപ്പുകളിൽ സംസാരിച്ചു തുടങ്ങുക. കണ്ണാടിക്ക് മുന്നിൽ നിന്ന് സംസാരിച്ചു പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ ആശയങ്ങൾ വ്യക്തമായി അവതരിപ്പിക്കാൻ കഴിയുന്നു എന്ന് വരുമ്പോൾ ആത്മവിശ്വാസം സ്വാഭാവികമായി വരും. കൂടാതെ സമ്മർദ്ദമുള്ള സാഹചര്യങ്ങളിൽ കാമായിരിക്കാൻ പഠിക്കുക. ഒരു പ്രതിസന്ധി വരുമ്പോൾ ശാന്തമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരാളെയാണ് ആളുകൾ ഒരു ലീഡറായി കാണുന്നത്. ഇമോഷണൽ കൺട്രോൾ വളരെ പ്രധാനമാണ്. നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ പഠിക്കുക. ദേഷ്യം വരുമ്പോൾ ഉടനെ പ്രതികരിക്കാതെ ഒന്ന് കാത്തിരിക്കുക. ഇത് പോയ്സ് എന്ന് പറയും. ഏത് സാഹചര്യത്തിലും സംയമനം പാലിക്കാനുള്ള കഴിവ്. ഇത് നിങ്ങളുടെ വ്യക്തിത്വത്തിന് ഒരു വലിയ കരിസ്മ നൽകും. ആളുകൾ നിങ്ങളെ ഒരു സ്റ്റേബിളായ വ്യക്തിയായി കാണാൻ തുടങ്ങും. ഈ ആത്മവിശ്വാസവും സംയമനവും നിങ്ങളുടെ സോഷ്യൽ പവറിന് ഒരു വലിയ മുതൽക്കൂട്ടാകും. 7. ഗിവിംഗ് ബാക്ക് ആൻഡ് കോൺട്രിബ്യൂട്ടിംഗ്. തിരികെ നൽകലും സംഭാവനയും. അവസാനമായി, ഒരു രാഷ്ട്രീയക്കാരൻ തന്റെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ സോഷ്യൽ പവർ നിലനിർത്താനും വർദ്ധിപ്പിക്കാനും നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്തു ചെയ്യുന്നു എന്നതും പ്രധാനമാണ്. സമൂഹത്തിന് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇത് ചെറിയ കാര്യങ്ങളാവാം. ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളെ സഹായിക്കുക, നിങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഒരു ചെറിയ കാര്യം ചെയ്യുക, ഒരു സന്നദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെടുക. ആളുകൾ നിങ്ങളെ ഒരു ഗിവറായി കാണുമ്പോൾ അവർ നിങ്ങളെ കൂടുതൽ ബഹുമാനിക്കും. നിങ്ങൾ സ്വാർത്ഥനല്ല എന്ന് അവർക്ക് മനസ്സിലാകും. ഇത് വെറും സോഷ്യൽ വർക്കല്ല. നിങ്ങളുടെ അറിവ് മറ്റുള്ളവരുമായി പങ്കുവെക്കുക, ഒരു മെന്റർ ആകുക, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വിഷയം മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഇതെല്ലാം നിങ്ങൾ സമൂഹത്തിന് നൽകുന്ന സംഭാവനകളാണ്. നിങ്ങളൊരു പ്രശ്നം പരിഹരിക്കാൻ സഹായിക്കുമ്പോൾ ആ പ്രശ്നമുള്ളവർക്ക് നിങ്ങൾ ഒരു സൊല്യൂഷൻ പ്രൊവൈഡറായി മാറുന്നു. നൽകുന്നതിലൂടെ നിങ്ങൾ സ്വീകരിക്കുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ തത്വം. നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ നല്ല ഊർജ്ജം നിങ്ങളിലേക്ക് തന്നെ തിരികെ വരും. ഇത് നിങ്ങളുടെ സോഷ്യൽ പവറിനെ മാത്രമല്ല, നിങ്ങളുടെ സന്തോഷത്തെയും വർദ്ധിപ്പിക്കും. കൺക്ലൂഷൻ: നിങ്ങളുടെ സ്വാധീനം വളർത്താം. അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടത് എങ്ങനെയാണ് ഒരു രാഷ്ട്രീയക്കാരനെ പോലെ എന്നാൽ തികച്ചും ആരോഗ്യകരമായ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സോഷ്യൽ പവർ നേടാൻ കഴിയുക എന്നതാണ്. ഇതാരെയും കീഴ്പ്പെടുത്തുന്നതിനെക്കുറിച്ചല്ല, മറിച്ച് നിങ്ങളെയും നിങ്ങളുടെ ചുറ്റുമുള്ളവരെയും മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ചാണ്. ആളുകളെ ശ്രദ്ധിക്കാൻ പഠിക്കുക, അവരുമായി ആത്മാർത്ഥമായ ബന്ധങ്ങൾ സ്ഥാപിക്കുക, നിങ്ങളുടെ ആശയങ്ങൾ വ്യക്തമായി ആശയവിനിമയം ചെയ്യുക,
നിങ്ങളുടെ ബന്ധങ്ങളുടെ വലയം വികസിപ്പിക്കുക, സ്ഥിരതയും സത്യസന്ധതയും പാലിക്കുക, നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക, സമൂഹത്തിന് തിരികെ നൽകുക. ഇതൊരു നിരന്തര പ്രക്രിയയാണ്. ഓരോ ദിവസവും ഈ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുമ്പോൾ പതിയെ പതിയെ നിങ്ങൾക്കൊരു മാറ്റം വരുന്നത് കാണാം. ആളുകൾ നിങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങും. നിങ്ങളുടെ വാക്കുകൾക്ക് കൂടുതൽ വിലയുണ്ടാകും. നിങ്ങളൊരു ഇൻഫ്ലുവൻഷ്യൽ പേഴ്സണായി മാറും. ഓർക്കുക, നിങ്ങളുടെ സ്വാധീനം എന്നത് നിങ്ങളുടെ ഓത്തന്റിക് സെൽഫാണ്. നിങ്ങൾ നിങ്ങളായിരിക്കുമ്പോൾ തന്നെയാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുക. ഈ ആശയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് തീർച്ചയായും വലിയ മാറ്റങ്ങൾ കാണാൻ കഴിയും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കോമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം.